എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി. ദാ കോവയ്ക്ക കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ഇതാ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പം ഒരുപാട് മൂത്ത കോവയ്ക്ക നോക്കിയിട്ട് എടുക്കരുത്. നല്ല ഇളന്ന പിഞ്ച് പോലത്തുള്ള കോവയ്ക്ക എടുക്കുക കേട്ടോ. ഇനി ഇതാ ഇത് നല്ല പോലെ ഞാനൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇതാ കോവയ്ക്കയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ കോവയ്ക്ക ഞാനിന്ന് അരിഞ്ഞെടുക്കുന്നത് നീളത്തിലാണ്. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഈ ഒരു കോവയ്ക്ക കറി തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഇനി ഇതാ കോവയ്ക്ക് നിങ്ങൾക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഇനി വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ കോവയ്ക്ക് എടുക്കുന്നത് അതനുസരിച്ച് വേണം സവാള എടുക്കാനായിട്ട്. നിങ്ങൾ കുറച്ച് കോവയ്ക്ക് എടുക്കണമെങ്കിൽ ഒരു സവാളയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി. അതെന്താ നീളത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറഞ്ഞൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തന്നെ സവാളയും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കോവയ്ക്കയും അതുപോലെ സവാളയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. എന്നിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ എടുത്തിരിക്കുന്നത് ഇരുമ്പൻ പുളിയാണ്. ഇന്നത്തെ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇരുമ്പൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇരുമ്പൻ പുളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ മാത്രം ഇരുമ്പുപുളി കിട്ടുവച്ചാൽ അത് ചേർത്ത് ഈ കറി തയ്യാറാക്കി എടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതാ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഈ കറിയിലേക്ക് അത്യാവശ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചെടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾക്കിതാ ഇത് നല്ല പോലെ ഒന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലത്തെ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ തിരുമി യോജിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ചോളൂ കേട്ടോ. പക്ഷേ ആ ഒരു സവാളയും അതുപോലെ തന്നെ നമ്മളുടെ കോവയ്ക്കൊക്കെ നല്ല പോലെ ആ മുളക് പൊടിയും ഇഞ്ചിയൊക്കെ ചേരണമെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണത് കേട്ടോ. അത്യാവശ്യം സമയം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ നല്ലപോലെ തിരുമി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇതാ നന്നായിട്ട് തിരുമിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പം ഞാനൊരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ സവാളയും അതുപോലെ തന്നെ കോവയ്ക്കയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നന്നായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തിരുമി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ കോവയ്ക്കയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്കൊരു 4 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഈ കറി തയ്യാറാക്കിയെടുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അടി പിടിക്കുകയൊന്നുമില്ല. കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് തിരുമി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയിൽ നിന്നും കോവയ്ക്കയിൽ നിന്നും ഒക്കെ അത്യാവശ്യം കുറച്ച് വെള്ളമായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഇതിപ്പോൾ നമ്മൾ ഈ സവാളയും കോവയ്ക്കയും തിരുമി വെച്ചപ്പം അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി, ആ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ സവാളയിൽ നിന്നൊക്കെ അത്യാവശ്യം കുറച്ചും കൂടി വെള്ളം ഇറങ്ങും ഒന്ന് ചൂടായി കഴിയുമ്പം. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക, കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോഴേക്കും ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ്. നാളികേരം ഒരു 3/4 ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. നാളികേരം മാത്രം നമുക്ക് അരച്ചെടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക വെച്ചാൽ നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവാളയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം വെന്ത് കിട്ടേണ്ടത്. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരത്തിൻ്റെ ഈ അരപ്പിന് പകരം നാളികേരത്തിൻ്റെ പാല് ചേർത്തിട്ടും നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ ചേർത്താണ് തയ്യാറാക്കിയെടുക്കണമെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല കട്ടിപ്പാലുണ്ടല്ലോ, അങ്ങനത്തെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇന്ന് നാളികേരത്തിൻ്റെ പാലല്ല, നാളികേരം അരച്ച് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് അതിനകത്തേക്ക് നമ്മൾ നാളികേരം അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളികേരത്തിൻ്റെ പാലാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 6 മിനിറ്റോളം ഞാൻ നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കോവയ്ക്ക വാങ്ങുമ്പം ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കോവയ്ക്ക കറിയാണ്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്കൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണയും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. 8-10 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി ഇത് അതിനകത്തേക്ക് ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കറിയുടെ സ്വാദ് ഒന്നും കൂടി കൂടുക. ഇത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കറിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.